ഇനി മൈഫിൻ ടിവിയുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലേക്കാണ് കിടക്കുന്നത്. സംസ്ഥാനത്തെ ഇരുചക്രവാഹന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിൽ അപാകതയെന്ന് ആക്ഷേപം. ഡ്രൈവിംഗ് ടെസ്റ്റിലെ 8 എടുക്കുന്നതിലാണ് അപാകത ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ 8ന്റെ ട്രാക്ക് നിജപ്പെടുത്തിയിരിക്കുന്നതിൽ അളവ് കുറവെന്നാണ് ആരോപണം. സംസ്ഥാനത്ത് കാലങ്ങളായി നടന്നുവരുന്ന ഇരുചക്രവാഹന ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ 8 എടുക്കുന്ന ട്രാക്കിന്റെ അളവിലാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ട്രാക്കിന്റെ അളവെടുക്കുന്നത് തെറ്റായ രീതിയിലാണെന്നാണ് ആക്ഷേപം. ഇവിടുത്തെ 8 ട്രാക്ക് മെഷർമെന്റിന്റെ എങ്ങനെയാണ് 8 ട്രാക്ക് നടത്തുന്നതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. 32 അടിയിലാണ് ഇവർ കമ്പി കുത്തിക്കൊണ്ട് മെഷർമെന്റ് നടത്തുന്നത്. ഞാൻ ആ ടെസ്റ്റിന് ചെന്നപ്പോൾ ഈ 32 അടിയിൽ വണ്ടി ഓട്ടാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനത് ടെസ്റ്റ് ഫെയിലായി. പിന്നെ എൻ്റെ ഹൈദരാബാദിൽ ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഹൈദരാബാദിൽ പോവുകയും അവിടെ ചെന്ന് എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്ത് വരികയും ചെയ്തു. അവിടെ ചെന്ന് ഞാൻ RTO ആയിട്ട് സംസാരിക്കുകയും അവരുടെ ടെസ്റ്റ് ഗ്രൗണ്ട് കണ്ടപ്പോൾ അവിടെ നടക്കുന്നത് 32 അടിക്ക് പകരമായിട്ട് 46 അടി, അതായത് 14 മീറ്റർ ഔട്ടർ ഡയമെൻഷൻ വെച്ചുകൊണ്ടാണ് അവർ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ വന്നു ഇവിടുത്തെ സർക്കുലർ RTO ഇവരുടെ സർക്കുലർ എല്ലാവരും സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എനിക്ക് ബോധ്യപ്പെടുകയും അതിന് ഞാൻ വിവരാവകാശ കമ്മീഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു RTO കൊടുത്തപ്പോൾ അവരും കേരളത്തിലും 14 മീറ്റർ അതായത് 46 അടിയാണ് ഔട്ടർ ഡയമെൻഷൻ എന്ന് പറഞ്ഞ് അംഗീകരിച്ച് എനിക്ക് ഇത് തന്നു, RTO റിപ്ലൈ തന്നു. അതിലും അവർ പറയുന്നുണ്ട് ഈ 32 അടി എന്ന് പറയുന്നത് വെഹിക്കിൾ ട്രാക്കാണ്, വെഹിക്കിളിൻ്റെ ഔട്ടർ ഡയമെൻഷൻ അല്ല. പക്ഷേ ഈ 32 അടി ഇപ്പോഴും കേരളത്തിലെ ഗ്രൗണ്ടുകളിൽ എവിടെ പോയി നോക്കിയാലും നമ്മൾ ടെസ്റ്റ് കാണുന്നത് 32 അടി ഔട്ടർ ഡയമെൻഷൻ വെച്ചുകൊണ്ട് അതിനുള്ളിലൂടെയാണ് വണ്ടി ഓട്ടുന്നത്. ട്രാക്കിന്റെ അളവിലെ ആക്ഷേപത്തെക്കുറിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും കൃത്യമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഏകദേശം നമുക്ക് കിട്ടുന്ന സ്പാനിന്റെ 2 മീറ്ററോളം വ്യത്യാസം കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പേർ ഇതിൽ ഫെയിലായി പോകുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഞാൻ ഫെയിലായി എൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്തു. ബട്ട് ഇപ്പം നോക്കൂ, ഒരു വയസ്സായ ഒരാൾ, ഞാൻ അന്ന് ടെസ്റ്റിന് ചെന്നപ്പോൾ കണ്ടതായിരുന്നു, ഒരു വയസ്സായ ഒരാൾ വന്നിട്ട് 4ാമത്തെ ടെസ്റ്റിനാണ് ആൾ വന്നിട്ടുള്ളത്. ആൾ ഫെയിലായി, കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എത്രയോ സ്ത്രീകൾ കണ്ണീരോട് കൂടി അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ കറക്റ്റായ ഒരു നിയമം, കറക്റ്റായ ഒരു ഡയമെൻഷൻ ഇവർ ഓൺ പേപ്പറിൽ പറയുന്നുണ്ട് 32 അടി വെഹിക്കിൾ ട്രാക്ക് ആണെന്ന്. എന്തുകൊണ്ട് അത് ഗ്രൗണ്ടിൽ പ്രാക്ടിക്കലായി നടക്കുന്നില്ല? നിയമപരമായി ലഭിക്കേണ്ട അളവിൽ കുറവായതിനാൽ നിരവധി ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റിൽ പരാജയപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇതിന്റെ ഫലമായി ഉദ്യോഗാർത്ഥികൾക്ക് സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവുമാണ് സംഭവിക്കുന്നത്.